ഹജ്ജിന് പോകുന്നവർക്കായി പട്ടാമ്പിയിൽ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. മണ്ഡലത്തിൽ ഇത് രണ്ടാമത്തെ ക്യാമ്പാണ് നടത്തുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് ഹജ്ജിന് പോകുന്നവർക്ക് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 306 പേരാണ് ഇവിടെ വാക്സിനേഷന് എത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ രണ്ടാമത്തെ വാക്സിനേഷൻ ക്യാമ്പാണ് നടത്തുന്നത്. നേരത്തെ കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പ് നടന്നിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന ക്യാമ്പിൽ മുഹമ്മദ് മൂസിൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയകുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ P അബ്ദു തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്ന് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നത് ഹജ്ജിൻ്റെ മുന്നോടിയായിട്ടുള്ള അവർക്ക് ക്ലാസ്സുകളും മറ്റെല്ലാ സൗകര്യങ്ങളും നേരത്തെ ചെയ്തു. ഇതിനുശേഷം ഇനി ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. 20-ാം തീയതി മുതലാണ് യാത്ര പുറപ്പെടുന്നത്. 21-ാം തീയതി രാവിലെ പുലർച്ചെയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് പിന്നെ നമ്മുടെ കോഴിക്കോട്ട് നിന്ന് പോകുന്നത്. അതുപോലെ കൊച്ചിയിൽ നിന്ന് 26-നുമാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഹജ്ജ് ക്യാമ്പ് ആദ്യത്തെ ക്യാമ്പ് ആരംഭിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അതിൻ്റെ സജ്ജീകരണങ്ങളായി ആദ്യം പോണ ആളുകൾ 25-ാം തീയതി വരെയുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. വളരെ നന്നായിട്ടാണ് ഇപ്രാവശ്യം ഹജ്ജ് പോകുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആളുകളുടെ എണ്ണത്തിൽ വളരെയേറെ കൂടുതലാണ് ഇപ്രാവശ്യത്തെ ഹജ്ജിന് പോകുന്ന ആളുകൾ. 18,000 ഏകദേശം 18,000 കടന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തം 3 എംബാർക്കേഷൻ പോയിന്റ് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി 3 സ്ഥലത്തുനിന്നും ആളുകളെ പറഞ്ഞയക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം ഹജ്ജ് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് വളരെ ജനകീയമായി ഇത്തരത്തിലുള്ള പരിപാടികളും ആയിട്ട് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിക്കൊണ്ട് ക്യാമ്പടക്കം നടത്തി പരിശുദ്ധ ഹജ്ജിന് ആളുകളെ യാത്ര അയക്കാനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളാണ്.